കുറിച്ചാണ് സാർ ഇങ്ങനെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഉറപ്പിച്ച് പറയണം, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്. ഞാൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ പഠിച്ച് ഞാൻ സാറിനെ കുറിച്ചും സപ്പോർട്ട് ചെയ്യുന്നില്ല. സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് സന്ദർഭത്തിന് അഡ്വക്കേറ്റ് റസൂൽ ജോയ് വന്നിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. കേരളത്തിൽ മുല്ലപ്പെരിയാർ ഇത്രയധികം ചർച്ചാ വിഷയമാക്കി മാറ്റിയതിൻ്റെ വലിയൊരു പങ്ക് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം വരുമ്പോഴൊക്കെ ആ ചർച്ചകളിൽ ഇദ്ദേഹം ഒരു ഭാഗമായിട്ട് മാറുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയതാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഈ വിഷയം വീണ്ടും ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. അതോടെ റസൽ ജോയെ തേടി ഒരുപാട് ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. അങ്ങനെ മൈൽ സ്റ്റോൺ വീക്ക്നെസ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ വലിയ ഒരു വിവാദവും ചർച്ചാ വിഷയവും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. വിവാദം ആകാനുള്ള പ്രധാന കാരണം അതിൻ്റെ അവതാരിക വന്നിട്ട് റസൂൽ ജോയോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറി എന്നതാണ്. അദ്ദേഹത്തിന് ജനങ്ങളുടെ നല്ല പിന്തുണ ഉള്ള ഒരു ആളാണ്. അതുകൊണ്ട് പലർക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടവുമാണ്. അതുകൊണ്ടാണ് ഈ ആങ്കറിൻ്റെ സംസാര രീതി അവർക്കൊക്കെ ഒട്ടും ഇഷ്ടമാകാത്തതിൻ്റെ കാരണവും. ആദ്യത്തെ അണക്കെട്ടാണ് കേരളത്തിലെ. ആദ്യത്തെ അണക്കെട്ട് അത്രയും അധികം ശ്രദ്ധയോടുകൂടി നിർമ്മിച്ച ഒരു വലിയ അണക്കെട്ട്, ഇത്ര അടി ഉയരത്തിൽ ഇത്രയും വർഷത്തേക്ക് വേണ്ടി പാട്ടക്കാരാർ എഴുതിയ അണക്കെട്ട്. ആ അണക്കെട്ട് പൊട്ടുമെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതുവരെ അത് പൊട്ടിയിട്ടില്ല. അല്ലെങ്കിൽ പറഞ്ഞ കാലാവധിക്കാളും 70+ ഇയേഴ്സ് അത് കൂടി. അതായത് ഏതാണ്ട് 50 വർഷം കഴിഞ്ഞും 70 വർഷങ്ങൾക്ക് അപ്പുറവും അത് പോയിരിക്കുന്നു. അപ്പോഴും അതൊരു ജയന്റ് ആയിട്ട് ഒരു ബാഹുബലിയെ പോലെ അത് നിൽക്കുവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെ അത് പൊട്ടാത്തതിന് പൊട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭീഷണി മുഴക്കുന്നത് എന്തിനാണെന്നാണ്? വെറുതെ കിടന്നുറങ്ങുന്ന ജനങ്ങളുടെ ഉറക്കം കളയുന്നത് എന്തുകൊണ്ടാണ്? ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ് എന്നാണ് ആങ്കറിന്റെ ചൊറിഞ്ഞ രീതിയിലുള്ള സംസാരം. പൊട്ടുന്നതിന് മുമ്പല്ലേ അതിനെക്കുറിച്ചിട്ട് മുന്നറിയിപ്പ് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. പൊട്ടുന്നതിന് മുമ്പല്ലേ പൊട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. വാണിംഗ് കൊടുക്കേണ്ടത് പിന്നെ എപ്പോഴാണ്? ആങ്കറിൻ്റെ ചോദ്യം അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ പുള്ളിക്കാരി വളരെ ഇൻവോൾവ് ആയിട്ടാണ്, വളരെ സീരിയസ് ആയിട്ടൊക്കെയാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത്. ഇനി ബാക്കി കുറച്ച് കേട്ടിട്ട് നമ്മൾക്ക് വരാം. 1400-കളിൽ ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടായി. ഇങ്ങനെ മനുഷ്യർ 20 അടിയോളം താഴ്ച മനുഷ്യ മൃതദേഹങ്ങൾ കിട്ടി. ഓക്കെ, ഫൈൻ, അതൊരു ഫാക്ട് തന്നെയാണ്. പക്ഷേ ഭൂകമ്പം ഉണ്ടായാൽ തകരാത്ത എന്താണ് ഈ ഭൂമിയിലുള്ളത്? ഒന്നുമില്ല. ഭൂകമ്പം ഉണ്ടായാൽ അത് മുല്ലപ്പെരിയാർ എന്നല്ല, ഇടുക്കി എന്നല്ല, മൊത്തം തകരും. അതൊരു നഗ്ന സത്യമാണ്. അപ്പൊ അത് പേടിച്ച് നമുക്ക് ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഒരു ഭൂകമ്പം വന്നാൽ അണക്കെട്ടുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പത്തിന് സാധ്യതയുള്ള ഒരു പ്രദേശത്ത് തന്നെയാണ്. ഭൂകമ്പത്തെ ചെറുത്ത് നിൽക്കുന്ന രീതിയിൽ ഇതിൻ്റെ പുനർനിർമ്മാണം ചെയ്യുകയോ അതല്ല ഇതിൻ്റെ സ്ഥാനം ഇവിടെ നിന്ന് മാറ്റുകയോ ചെയ്യാവുന്നതാണ് എന്നാണ് ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. ബാക്കി കുറച്ച് കണ്ടിട്ട് വരാം. ശാരിക സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, വേണ്ട. എനിക്ക് എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ പൊട്ടാത്തൊരു ഡാമിനെ കുറിച്ചാണ് സാർ ഇങ്ങനെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഉറപ്പിച്ച് പറയണം, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്. ഞാൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ സാറിനെ കുറിച്ചും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഇതുവരെ വരാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ജനങ്ങളെ പാനിക് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറയുന്നതല്ലാന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. പിന്നെ ആരാണ് മൈക്കുകളിലൂടെ അല്ലെങ്കിൽ ഈ ചാനലുകളിലെ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾ അഡ്വക്കേറ്റ് റസൽ ജോയ് എന്ന് പറയുന്ന വ്യക്തിയാണ് മുൻനിരയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം പറയുന്നത്. ഇപ്പൊ പൊട്ടും അല്ലെങ്കിൽ ജലബോംബ് ഉണ്ടാകും, ഹിരോഷിമയെക്കാളും 108 മടങ്ങ് 150 മടങ്ങ് ജനങ്ങളിലേക്ക് അത് എത്തും എന്നൊക്കെ പറയുമ്പോൾ അത് 1940-കളിൽ അല്ലെങ്കിൽ 1918-കളിലെ മഹായുദ്ധത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അത്രയും ഘോരമാണെന്ന് പറയുമ്പോൾ അത്രയും ഭീതി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എന്നിട്ട് താങ്കൾ തന്നെ പറയുന്ന ഒരു മണ്ടന്മാരാണ്, അത് കേൾക്കില്ലെന്ന്. അപ്പൊ പിന്നെ കാണിക്കുന്ന പ്രഹസനത്തിന്റെ അർത്ഥം എന്താണ്? ഈ ഹിരോഷിമയില് അമേരിക്ക ഇട്ട ബോംബിന്റെ 180 ടൈംസ് സാർ തന്നെ പറഞ്ഞാണ്. എന്തുവരെയും പഠിച്ചു ശാരിക? പഠിച്ചു. ഞാൻ MA ലിറ്ററേച്ചർ ആണ്. ഇത്രയും പഠിച്ചിട്ടുണ്ടല്ലേ? ഇതൊരു 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് പറയാൻ പറ്റും. അതായത് 850 മീറ്റർ ഉയരത്തില് 15 TMC വെള്ളം 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് കെട്ടി നിർത്തിയാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് പറയാൻ പറ്റും. അതേ ഞാൻ പറഞ്ഞോളൂ. അത് കേൾക്കുമ്പോൾ പാനിക് ആവണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് കേൾക്കണവരാണ്.
ബുദ്ധിയുള്ളവൻ ചിലപ്പോ പാനിക് ആവുമായിരിക്കും. ഒരു മൂർഖൻ പാമ്പ് ഈ മുറിയിലുണ്ട്, നിങ്ങൾ പാനിക് ആവരുത്, നിങ്ങൾ കട്ടിലേ കയറി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് അതല്ല. ഞാൻ കട്ടിലേ കയറി കിടന്നുറങ്ങാനല്ല, ഒന്നെങ്കിൽ ഞാൻ പുറത്തു കിടക്കും അല്ലെങ്കിൽ പാമ്പിനെ പുറത്താക്കും. ഇത് ചെയ്യണമെന്നാണ് കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തിനാണ് ഈ കരിങ്കൽ കെട്ട് ഈ തലയ്ക്ക് മുകളിൽ ചുമക്കണേ? ഈ ആങ്കർ വന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും ആവർത്തിക്കുന്നത്. റസൂൽ ജോയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്, സപ്പോർട്ട് ചെയ്യണോ വേണ്ടെന്നുള്ളത്. കുറേ പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റസൂൽ ജോയ് വന്നിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ്, പേടിപ്പിക്കുകയാണ് എന്നൊക്കെയാണ്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുവാൻ ഇതുവരെ വലുതായിട്ട് ആരും മുമ്പോട്ട് വന്നിട്ടില്ല. അദ്ദേഹത്തിന് ഡാം പൊട്ടും എന്ന് പറയാൻ കുറേയേറെ കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിനെതിരെ സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അദ്ദേഹം പറയുന്നതിൽ എന്തൊക്കെ പൊരുത്തക്കേടുകളാണ്, തെറ്റുകളാണ് എന്ന് തെളിയിക്കാനുള്ള കാരണങ്ങളോട് കൂടി വേണം സംസാരിക്കുവാൻ. ഈ പുള്ളിക്കാരിക്കാണെങ്കിൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫോംസ്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, ആ സ്റ്റോറേജിൻ്റെ ഡാമിൻ്റെ സ്റ്റോറേജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഒരു പിടിയുമില്ല എന്ന് കണ്ടിട്ട് തോന്നുന്നു. അതായത് 15 TMC വെള്ളം 64 സ്ക്വയർ കിലോമീറ്റർ ഉയരത്തിൽ കെട്ടി നിർത്തുവാൻ എത്ര പൊട്ടൻഷ്യൽ എനർജി വേണ്ടി വരും എന്ന്, അത് പൊട്ടിയാലുള്ള ആഘാതം ഹിരോഷിമ നാഗസാക്കിയിൽ പൊട്ടിയ ബോംബിനേക്കാൾ വളരെയധികം പ്രഹരശേഷി ഉയർന്നതായിട്ടുള്ളതാണെന്നും ഉള്ള കാര്യം റസൽ ജോയ് പറയുന്നുണ്ട്. അപ്പോൾ കണക്കുകൾ വെച്ച് അത് തെറ്റാണ് എന്ന് അവതാരികയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തിരുത്തി പറയാനുള്ള അവകാശം അവർക്ക് തെളിവ് സഹിതം പറയാവുന്നതാണ്. പക്ഷേ ഇതിൽ അവർ അതിനൊന്നും ഉത്തരം പറയാനോ കാരണങ്ങളോ കണക്കുകളോ ഒക്കെ പറയാനോ കൂട്ടാക്കാതെ എന്തുകൊണ്ടാണ് ഈ ഡാം പൊട്ടു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന കാര്യം മാത്രമാണ് ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഏതാണ്ട് ഇത് തന്നെയാണ് പിന്നെയും ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത്. കാരണം പുള്ളിക്കാരിക്ക് തിരുത്തി പറയാൻ സാധിക്കുന്ന വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും ഇല്ല. പൊട്ടിയില്ലല്ലോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ബാക്കി കുറച്ച് കണ്ടിട്ട് തിരിച്ചു വരാം. സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് സന്ദർഭത്തിന് ഉയരാത്തതെന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഇതെല്ലാം കേട്ടും കൊണ്ട് മിണ്ടാതിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് തരം ജനങ്ങളാണെന്ന് ദേവഗൌഡാജി ചോദിച്ചു, മുൻ പ്രധാനമന്ത്രി. ഇതുവരെ പൊട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ ഇതുവരെ പൊട്ടാത്ത ഒരു കല്ല് പോലും അടർന്നു വീഴാത്ത ഡാമിനെ കുറിച്ചല്ലേ സാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർക്ക് ഞാൻ പറഞ്ഞത് 118 വർഷം പഴക്കമുണ്ടായിരുന്ന ജസും സാഗർ ഡാം ഇങ്ങനെ തന്നെയായിരുന്നു. ചൈനയിലെ ബാങ്കിയോ ഡാം ഇങ്ങനെ തന്നെയായിരുന്നു. 36 ഡാമും ഇന്ത്യയിൽ തകർന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. എന്ന് കരുതി മുല്ലപ്പെരിയാർ തകരണമെന്നുണ്ടോ? തകരാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ഡാറ്റാസ്, നമ്മുടെ കയ്യിലുള്ള എക്സ്പേർട്സ് റിപ്പോർട്ട്സ്. ഐക്യരാഷ്ട്ര സംഘടന തന്നെ അക്കാഡമിക് വിങ് ഇവിടെ വന്ന് പഠിച്ച് അവര് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. IIT റൂർക്കി പറഞ്ഞില്ലേ, എത്ര ഏജൻസികൾ പറഞ്ഞു, കേരള ഗവൺമെന്റ് തന്നെ നിയമിച്ച വിദഗ്ധ സമിതികൾ പറഞ്ഞു. എല്ലാം പോട്ടെ, ഒരു റിപ്പോർട്ടും എടുക്കണ്ട. ഇത് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3rd സോണിലാണ്. ഇവിടെ ഏത് നിമിഷവും റിക്ടർ സ്കെയിലിൽ 7 വരുന്ന ഭൂകമ്പം ഉണ്ടാകും എന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടും ജനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാനാ? ജനങ്ങളുടെ വഴിക്ക് പോട്ടെ, അല്ലാണ്ട് എനിക്കൊന്നും പറയാനൊന്നുമില്ല. അതെ, അപ്പൊ സാർ ഈ പറയുന്നത് നിർത്തണ്ടേ? ഞാനാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ജീവനുള്ള കാലത്ത് നിർത്തൂല. കാരണം എന്റെ മുമ്പിൽ മുണ്ടക്കൈയില് ഒരു കൈ 1 കിലോമീറ്റർ അകലത്തിലും ഇപ്പൊ ഇന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഒരു ശരീരം കിലോമീറ്റർ അകലെ പോയിന്ന്. എത്ര ശക്തിയോടെ ഭൂകമ്പമായിരിക്കണം, വെറും ഉരുൾപൊട്ടലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കിലോമീറ്ററുകൾക്കകലെ ഒരു ശരീരം പോയി കിടന്നു എന്ന്. ആ മനുഷ്യനും അമ്മയുണ്ട്, ആ മനുഷ്യനും അച്ഛനുണ്ട്, ആ മനുഷ്യനും സഹോദരങ്ങളുണ്ട്, ആ മനുഷ്യനും വൈകുന്നേരം ആകുമ്പോ മിഠായി കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കളുണ്ട്. ഇല്ലേ? അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോ ഞാൻ ഇങ്ങനെയേ സംസാരിക്കൂ. അതിന് എന്ത് പ്രതിബന്ധം വന്നാലും എനിക്കൊരു ചുക്കൂല. കാരണം ഈ നോട്ട് കെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ച് അതിന്റെ മുകളില് മരിച്ചു കിടക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. ഞാൻ അങ്ങനെ മരിച്ചു കിടക്കാനല്ല ആഗ്രഹിക്കുന്നത്, നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തുനിന്ന് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ടുള്ള വാദപ്രതിവാദങ്ങൾ കുറേ കാലമായിട്ട് ഇരുപക്ഷത്തു നിന്നും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം അത് ഈശ്വര അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ എല്ലാ കാര്യങ്ങളുടെ ഒരു മറുവശം കൂടെ ചിന്തിച്ചിട്ട് അതിൻ്റെ മുൻകരുതലുകൾ എപ്പോഴും കൈക്കൊള്ളുന്നതാണ് എപ്പോഴും ഉചിതമായിട്ടുള്ള ഒരു നടപടി. അതായത് ഇതിപ്പോൾ റസൽ ജോയ് വന്നിട്ട് കണക്കുകളും ചരിത്രവും ഒക്കെ ഉദാഹരണമായിട്ട് പറഞ്ഞ് കാര്യം അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മാത്രവുമല്ല അവതാരിക
ഇൻ്റർവ്യൂവിൻ്റെ ആരംഭം മുതൽക്ക് തന്നെ ഇതിനെതിരായിട്ട് ശക്തമായിട്ട് സംസാരിക്കണമെന്ന് തീരുമാനിച്ചിട്ട് വന്നതുപോലെയുണ്ട്. ഇത് വയനാട് ഉരുൾപൊട്ടലിന് ശേഷം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ആയിട്ടുള്ള ഒരു ചർച്ചാ വിഷയം തന്നെയാണ് മുല്ലപ്പെരിയാർ. എന്ത് തന്നെയായാലും ഇതിനെക്കുറിച്ചിട്ട് അധികാരികൾ നല്ലൊരു തീരുമാനം തന്നെ കൈക്കൊള്ളുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.